എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കഥയാണ്. കഥയുടെ പേര് വൈറ്റ് ക്യാപ്പ് എന്നാണ്. ഇതെഴുതിയിരിക്കുന്നത് ലോക് ബാബു ആണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. പണ്ട് ഒരു നഗരത്തിൽ പുതിയ പുതിയ കെട്ടിടങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഓരോ വർഷവും ആ നഗരത്തിന്റെ രൂപം തന്നെ അന്ന് മാറിപ്പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വലിയ വലിയ കെട്ടിടങ്ങൾ പണിയാൻ ഒരുപാട് തൊഴിലാളികൾ അവിടെ എത്തി. ഈ തൊഴിലാളികളുടെ ഗ്രാമം ഒരുപാട് ദൂരെയായിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ലായിരുന്നു. കഷ്ടമല്ലേ? അപ്പോൾ അവരെവിടെ താമസിക്കും? അവർ ആ പണി നടക്കുന്ന കെട്ടിടങ്ങളുടെ അടുത്തുതന്നെ ഒരു മൂലയിൽ തങ്ങുമായിരുന്നു. തങ്ങളുടെ തുണിഭാണ്ഡമൊക്കെ അവിടെ വയ്ക്കും. എന്നിട്ട് ഒരടുപ്പ് കത്തിക്കും. അതിൽ ഭക്ഷണം പാകം ചെയ്യും. അത് കഴിക്കും. രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. ഈ തൊഴിലാളികളിൽ കേശവ് എന്നൊരു കുട്ടിയുടെ കുടുംബവും ഉണ്ടായിരുന്നു. കേശവ് ഒരു 8 വയസ്സുള്ള ചെറിയ കുട്ടിയായിരുന്നു. കാണാൻ കൊച്ചുകുട്ടനാണ്. അധികം പൊക്കമില്ല. അവന്റെ നിറം കുറച്ച് ഇരുണ്ടതായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും ബമേത്തര ജില്ലയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ നഗരത്തിലേക്ക് വന്നത്. ജോലിക്കു വേണ്ടി വന്നതാണ്. അങ്ങനെ ഫെബ്രുവരി മാസം അവസാനിക്കാറായി. ചൂടുകാലം പതിയെ തുടങ്ങുന്ന സമയം. നമ്മുടെ കേശവ് 3ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ എഴുതിക്കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞപ്പോൾ അവനൊരാഗ്രഹം. എന്താണെന്നോ? അവന്റെ അച്ഛനെയും അമ്മയെയും കാണണം. അവർ നഗരത്തിലാണല്ലോ. അവന്റെ മുത്തശ്ശന്റെ കൂടെയായിരുന്നു ഗ്രാമത്തിൽ. അവൻ മുത്തശ്ശനോട് വാശി പിടിക്കാൻ തുടങ്ങി. എനിക്ക് അച്ഛനെയും അമ്മയെയും കാണാൻ പോകണം, എന്നെ അവിടെ കൊണ്ടുവിടണമെന്ന്. മുത്തശ്ശനാണെങ്കിൽ വയസ്സായി. ഈ ചെറുക്കന്റെ വാശി കേട്ട് മുത്തശ്ശനാകെ തലവേദനയായി. അവസാനം മുത്തശ്ശനൊരു തീരുമാനമെടുത്തു. എന്തായിരിക്കും അത്? മുത്തശ്ശൻ കേശവിനെ ഒരു ബസ്സിൽ കയറ്റിവിട്ടു. അവന്റെ അച്ഛനമ്മയുടെ അടുത്തേക്ക്, ആ നഗരത്തിലേക്ക്. അങ്ങനെ കേശവ് നഗരത്തിലെത്തി. പക്ഷേ അവിടെ വന്നപ്പോൾ അവന് വലിയ ബോറടിയായി. ദിവസം മുഴുവൻ അവൻ ഒറ്റയ്ക്കാണ്. അവന്റെ കുടുംബം താമസിക്കുന്ന ആ താൽക്കാലികമായ ഷെഡിൽ അവൻ തനിച്ചായിരുന്നു. അവനാകെ മടുത്തു. കുറച്ചു ദിവസം ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നപ്പോൾ അവന് സഹിക്കാൻ പറ്റിയില്ല. അവൻ ആ ഷെഡിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങിയിട്ട് അവൻ എങ്ങോട്ട് പോയി കാണും? അവൻ അടുത്തുള്ള കോളനികളിലൊക്കെ ഒന്ന് കറങ്ങി നടന്നു. വെറുതെ ഇങ്ങനെ ഓരോന്ന് നോക്കി നടന്നു. അങ്ങനെ നടന്നപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. ഒരു കോളനിയുടെ അടുത്ത് കുറച്ച് ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. അവന് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കളി കണ്ടപ്പോൾ അവൻ അവിടെ തന്നെ നിന്നുപോയി. അവൻ അവരുടെ അടുത്തേക്ക് പോയില്ല. ദൂരെ ഒരു വേപ്പുമരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ തണലിൽ അവൻ പോയിരുന്നു. മറ്റേ കുട്ടികൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവർ ആരുടെയും ശല്യമില്ലാതെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരുന്നു. കേശവ് എല്ലാ ദിവസവും ആ കുട്ടികളുടെ കളി കാണാൻ അങ്ങോട്ട് വരാൻ തുടങ്ങി. അവൻ അതൊരു ശീലമാക്കി. ആ വേപ്പുമരത്തിന്റെ ചുവട്ടിലിരുന്ന് അവൻ കളി കാണും. പക്ഷേ ആ കളിക്കുന്ന കുട്ടികൾ അവനെ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയില്ല. അവരവനെ കളിക്കാൻ വിളിച്ചില്ല. പക്ഷേ അവരവനെ ഒരു തമാശയ്ക്കുള്ള പാത്രമാക്കി മാറ്റി. എന്തൊരു കഷ്ടമാണല്ലേ? കളിയിൽ ആരെങ്കിലും ഔട്ടായാൽ അവർ വന്ന് കേശവിന്റെ അടുത്തിരിക്കും. എന്നിട്ട് വെറുതെ അവന്റെ തലയിൽ കൊട്ടും, തബല വായിക്കുന്നതുപോലെ. ചിലപ്പോൾ തമാശയ്ക്ക് തലയിലൊരടിയും കൊടുക്കും. എന്നാലും കേശവൊന്നും പറയില്ല. അവൻ ചിരിച്ചോണ്ടിരിക്കും. പാവമല്ലേ? ഇത് കാണുന്ന ചില കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്ക് വിഷമം തോന്നും. അവർ പറയും, എന്തിനാടാ പാവത്തിനെ ഉപദ്രവിക്കുന്നേ? അവന്റെ തലവേദനിക്കുന്നുണ്ടാകും. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേശവ കളിക്കാർക്ക് ഒരാവശ്യമായി മാറി. എങ്ങനെയാണെന്നോ? ഏതെങ്കിലും ഒരു കുട്ടി കളിക്കാൻ വരാൻ താമസിച്ചാൽ അവർ കേശവിനെ അവന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിടും, അവനെപ്പോയി വിളിച്ചുകൊണ്ടുവരാൻ. കേശവാണെങ്കിൽ ഒരു കുറ്റുകുട്ടിയല്ലേ? അവൻ ഓടിപ്പോകും. എന്നിട്ട് ആ കുട്ടിയുടെ വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കാൻ ശ്രമിക്കും. ബെല്ല് കുറച്ച് പൊക്കത്തിലായിരിക്കും. അവൻ ചാടി അതിൽ കൈയെത്തിക്കാൻ നോക്കും. എന്നിട്ട് ബെല്ലടിക്കും. ബെല്ലടിക്കുമ്പോൾ ആ കുട്ടി തന്നെ പുറത്തു വന്നാൽ കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ അവന്റെ വീട്ടുകാരായിരിക്കും വാതിൽ തുറക്കുക. അവർ പുറത്തുവന്ന് കേശവിനെ കാണുമ്പോൾ തന്നെ അവരുടെ തീരുമാനം ഉറപ്പിക്കും. എന്തായിരിക്കും ആ തീരുമാനം? അവരുടെ മകനെ കളിക്കാൻ വിടില്ല എന്ന്. അവർ കേശവിനെ കാണുമ്പോൾ ദേഷ്യത്തോടെ പറയും, ഗുല്ലു ഇന്ന് കളിക്കാൻ വരില്ല, അവന് പഠിക്കാനുണ്ട്, നീ ഇവിടുന്ന് പോ എന്ന്. ഗുല്ലു ആ കുട്ടിയുടെ പേരാണ് കേട്ടോ. അപ്പോൾ കേശവ് വളരെ നിഷ്കളങ്കമായി പറയും, ആണ്ടി, അവന്റെ കൂട്ടുകാർ വിളിക്കുന്നുണ്ട് എന്ന്.
അതു കേൾക്കുമ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യം വരും. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്, ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണോ, 2 തന്നാലേ നീ പോകൂ എന്നൊക്കെ പറഞ്ഞവർ ചീത്ത വിളിക്കും. പാവം കേശവ് പേടിച്ചു തിരിച്ചുപോകും. അങ്ങനെ കളിക്കാൻ ആള് കുറയുമ്പോൾ അവർ കേശവിനെ കളിപ്പിക്കും. പക്ഷേ അവനൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ബോള് ദൂലേക്ക് പോയാൽ അത് പോയി എടുത്തുകൊണ്ടുവരണം. ചിലപ്പോൾ പന്ത് ദൂരെയുള്ള കെട്ടിടങ്ങളിലേക്കോ കുറ്റിക്കാട്ടിലേക്കോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഓടയിലേക്കോ ഒക്കെ പോകും. അപ്പോൾ അതെടുക്കേണ്ട ജോലി കേശവിൻ്റേതായിരുന്നു. അവൻ ഏത് ടീമിലാണെങ്കിലും ശരി, ബോൾ പോയാൽ കേശവൻ ഓടണം. ചില സമയത്ത് അവരുടെ ബോൾ ഭയങ്കര ദേഷ്യക്കാരായ ദമ്പതികളുടെ കോമ്പൗണ്ടിലേക്ക് പോകും. ആ വീട്ടുകാർക്ക് കുട്ടികൾ അവിടെ കളിക്കുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. അതുകൊണ്ട് മുതിർന്ന കുട്ടികൾക്ക് അങ്ങോട്ട് ബോൾ ചോദിക്കാൻ പോകാൻ പേടിയായിരുന്നു. പോയാൽ അവർ വഴപ്പു പറയുകയോ മാത്രമല്ല, ചിലപ്പോൾ ബോൾ തിരിച്ചു കൊടുക്കുകയുമില്ല. അതുകൊണ്ട് അവർ കുറച്ചുനേരം കാത്തുനിൽക്കും. എന്നിട്ട് പതുക്കെ കേശവിനെ അവരുടെ കോമ്പൗണ്ടിന്റെ മതിലിന്റെ മുകളിലൂടെ അകത്തേക്കിറക്കും. കേശവൊരു കുരങ്ങനെപ്പോലെ വേഗം ബോൾ തപ്പിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞുകൊടുക്കും. എന്നിട്ട് കുട്ടികൾ അവന് തിരികെ മുകളിലേക്ക് വലിച്ചു കയറ്റും. കളിക്കുന്ന സമയത്ത് ബഹുഭാഗം നേരവും കേശവ് ഒരു മൂലയിലിരുന്ന് മറ്റുള്ളവർ കളിക്കുന്നത് നോക്കിയിരിക്കും. അവനൊരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു. ഒരു ടീമും അവനെ അവരുടെ കൂടെ കളിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. പല പ്രാവശ്യം കേശവ് അവന്റെ അച്ഛനെയും അമ്മയെയുമോട് അവനുമൊരു ബാറ്റും ബോളും വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരവനെ വഴക്കു പറയും. നീ എപ്പോഴാണോ 5ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ ജയിക്കുന്നത്, അപ്പോൾ നിനക്കൊരു ബോൾ വാങ്ങിത്തരാം എന്ന്. അപ്പോൾ അവൻ ചോദിക്കും, അപ്പോൾ ബാറ്റോ? അതിനെക്കുറിച്ചും അപ്പോൾ ആലോചിക്കാം എന്നവർ മറുപടി കൊടുക്കും. പാവം കേശവ്, അവന് പകൽ സമയത്ത് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷേ രാത്രിയിൽ അവൻ സ്വപ്നം കാണും. എന്തു സ്വപ്നമായിരിക്കും അവൻ കാണുന്നത്? അവൻ ക്രിക്കറ്റ് കളിക്കുന്നതായി സ്വപ്നം കാണും. അവന്റെ കയ്യിൽ പുതിയ ബാറ്റും തലയിൽ നല്ല വെളുത്ത തൊപ്പിയുമുണ്ടാകും. കാലുകളിൽ നല്ല ഭംഗിയുള്ള പാഡുകളുമുണ്ടാകും. തടിച്ച ഒരു തവളയെപ്പോലെയാണ് ആ രൂപത്തിൽ അവനെ കാണുന്നത് എന്നോർത്ത് അവൻ സ്വയം ചിരിക്കും. മറ്റു കുട്ടികൾ അത്ഭുതത്തോടെ അവൻ കളിക്കുന്നത് നോക്കി നിൽക്കും. അവൻ അടിച്ചു തകർത്ത് റൺസുകൾ നേടും. ദാ ഒരു 6, ദാ ഒരു 4, ഇല്ല ഞാൻ ഔട്ടല്ല എന്നൊക്കെ അവൻ ഉറക്കത്തിൽ പെറുപെറുക്കും. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കും. അപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് വഴക്കും കിട്ടും. അങ്ങനെയിരിക്കെ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി കോളനിയിലെ കുട്ടികൾ പിരിവ് നടത്താൻ തീരുമാനിച്ചു. അവർ കുറച്ചു കാശു പിരിച്ചെടുത്തു. അവരുടെ കയ്യിലുണ്ടായിരുന്നതും അതിന്റെ കൂടെ ഇട്ടു. എന്നിട്ടവർ നഗരത്തിൽ പോയി. ആ കാശുകൊണ്ട് പുതിയ ക്രിക്കറ്റ് സാമഗ്രികൾ വാങ്ങി. അതിന്റെ കൂടെ ഒരു ഷീൽഡും വാങ്ങി. കൊള്ളാം അല്ലേ? അവർ ഒരു ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു ടെസ്റ്റ് മാച്ച്. ജയിക്കുന്ന ടീമിന് ആ ഷീൽഡ് കിട്ടു. കുട്ടികൾ 2 ടീമായി തിരിഞ്ഞു. കുറച്ചു ദിവസം അവർ പരിശീലനവും നടത്തി. എന്നിട്ട് തങ്ങളുടെ ടീമിനെ ജയിപ്പിക്കാനായി അവർ കളത്തിലിറങ്ങി. പക്ഷെ കേശവന് ഒരു ടീമിലും സ്ഥാനം കിട്ടിയില്ല. അവനെ ആരും കളിപ്പിച്ചില്ല. കളി തുടങ്ങി. കുറച്ചുനേരം കളി നന്നായി മുന്നോട്ടുപോയി. അപ്പോഴാണ് ഒരു ബാറ്റ്സ്മാൻ ഒരടിയടിച്ചത്. ഒരു രക്ഷയുമില്ലാത്ത അടി, ഒരു 6. എല്ലാവരും അന്തം വിട്ടുപോയി. ബോൾ എവിടെ പോയിന്നറിയാമോ? അടുത്തുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 3 നില കെട്ടിടത്തിന്റെ മുകളിലേക്ക്. അയ്യോ, കുട്ടികളുടെ കയ്യിലാണെങ്കിൽ ആ ഒരൊറ്റ പുതിയ ബോളേ ഉള്ളൂ. ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പുറകുവശത്തുള്ള ഉറപ്പില്ലാത്ത ഒരു പലക വെച്ച തട്ടിലൂടെ കയറിപ്പോകണം. അത് വളരെ അപകടം പിടിച്ചതായിരുന്നു. അതോടെ അവരുടെ കളി നിന്നു. അവർക്കാകെ ദേഷ്യവും സങ്കടവുമായി. അവർ പരസ്പരം കുറ്റം പറയാൻ തുടങ്ങി, വഴക്കിടാൻ തുടങ്ങി. എന്നിട്ടാ വേപ്പുമരത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നു. ഒരാൾ പറഞ്ഞു, ഞാൻ 10 തവണ പറഞ്ഞതാ നമുക്കിവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി കളിക്കാമെന്ന്. പക്ഷെ നിങ്ങൾ കേട്ടില്ലല്ലോ, ഇപ്പോ കണ്ടില്ലേ? മറ്റൊരാൾ പറഞ്ഞു, ഇതെല്ലാം ഈ മനോജിന്റെ തെറ്റാണ്. അവനാണ് ഇത്രയും ശക്തിയായി ബിൽഡിങ്ങിന്റെ നേരെ അടിച്ചത്. ഇനി അവൻ തന്നെ പോയി ബോൾ എടുക്കട്ടെ, അല്ലെങ്കിൽ അവന്റെ കാശുകൊണ്ട് പുതിയത് വാങ്ങണം. ഇന്നത്തെ ദിവസം പോയി കിട്ടി. അപ്പോൾ മനോജ് പറഞ്ഞു, ബോൾ ഇത്രയും ഉയരത്തിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചോ? നിങ്ങൾ മുന്നിൽ തടഞ്ഞിരുന്നെങ്കിൽ അത് പിന്നോട്ട് പോകില്ലായിരുന്നല്ലോ. നിങ്ങളുടെ കഴിവുകേടാണ്. വേറൊരു കുട്ടി സങ്കടത്തോടെ പറഞ്ഞു, ഇനി പകുതി ദിവസമേ ബാക്കിയുള്ളൂ. അടുത്തെങ്ങും ഒരു കടയുമില്ല. എല്ലാ കുട്ടികളും നിരാശരായി ആ വേപ്പുമരത്തിന്റെ തണലിലിരുന്നു. അവർക്ക് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. അങ്ങനെ നിരാശരായിരിക്കുന്ന കുട്ടികളുടെ നടുവിലേക്ക് പെട്ടെന്നൊരു സാധനം വന്ന് വീണു. എന്തായിരിക്കും അത്? അതെ, അവരുടെ ക്രിക്കറ്റ് ബോൾ. കുട്ടികൾക്ക് ഒന്നും മനസ്സിലായില്ല. അവർ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അപ്പോഴവർ ആ കാഴ്ച കണ്ടു. ആ 3 നില കെട്ടിടത്തിന്റെ മുകളിൽ കേശവ് നിൽക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അത്ഭുതവും സന്തോഷവുമായി. കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.
ഒരു മുതിർന്ന കുട്ടി സന്തോഷത്തോടെ പറഞ്ഞു, വാ, ഇവൻ കൊള്ളാമല്ലോ, ഇവനൊരു ടാർസൻ തന്നെ. ഏതായാലും നമ്മുടെ കാര്യം നടന്നു. കുട്ടികൾ കേശവ് താഴെ ഇറങ്ങി വരാൻ വേണ്ടി കാത്തുനിന്നില്ല. അവർ വീണ്ടും കളിയിൽ മുഴുകി. കളി പുനരാരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ബോൾ വീണ്ടും ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിലേക്ക് പോയി. കളി വീണ്ടും അല്പനേരം നിന്നു. അപ്പോഴാണ് അവർക്ക് കേശവിനെ വീണ്ടും ഓർമ്മ വന്നത്. പക്ഷെ കേശവ് എവിടെ? അവനെ കാണാനില്ല. ഒരു കുട്ടി ദേഷ്യത്തോട് ചോദിച്ചു, എടാ നോക്കിയേ, ആ പയ്യൻ മുകളിൽ നിന്ന് ഇറങ്ങിയോ ഇല്ലയോന്ന്. രണ്ടു കുട്ടികൾ ഓടി ആ കെട്ടിടത്തിന്റെ പുറകിലേക്ക് പോയി. അവിടെയാണല്ലോ മുകളിലേക്ക് കയറാനുള്ള വഴി. അവിടെ അവർ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അവർ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, എടാ, ഇവൻ മരിച്ചെന്ന് തോന്നുന്നു. ബാക്കി കുട്ടികളും പേടിച്ച് അങ്ങോട്ട് ഓടി. അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടി എപ്പോഴും ഒരു വാട്ടർ ബാഗും കൊണ്ടുവരുമായിരുന്നു. അവൻ ഓടിച്ചെന്ന് നിലത്ത് വളഞ്ഞൊടിഞ്ഞു കിടക്കുന്ന കേശവിന്റെ തലയിൽ കുറച്ച് വെള്ളം തളിച്ചു. കേശവിന്റെ ശരീരത്തിൽ ചെറിയൊരു അനക്കമുണ്ടായി. അവൻ പതിയെ ഞെരങ്ങാൻ തുടങ്ങി. എന്റെ കാൽ, എന്റെ കൈ. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. പേടിച്ചുപോയ ഒരു കുട്ടി പറഞ്ഞു, രണ്ടുപേർ വേഗം ഓടിപ്പോയി ഒരു ഓട്ടോയോ ടാക്സിയോ കിട്ടുമോ എന്ന് നോക്ക്. പെട്ടെന്ന് വരണം, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നമുക്ക് അവനെ എടുത്ത് ബിൽഡിങ്ങിന്റെ മുൻവശത്തുള്ള നിരപ്പായ സ്ഥലത്ത് കൊണ്ടുപോയി കിടത്താം. അപ്പോഴേക്കും കേശവന്റെ അച്ഛനും അമ്മയും ഓടിവന്നു. കേശവനെ ആ അവസ്ഥയിൽ കണ്ട അവന്റെ അമ്മ ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും കുട്ടികൾ വിളിച്ച ഓട്ടോറിക്ഷയും എത്തി. കേശവനെ വേഗം അതിലേക്ക് കയറ്റിക്കിടത്തി. അവന്റെ അച്ഛനും അമ്മയും വേഗം ഓട്ടോയിൽ കയറി. അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. കുട്ടികൾക്ക് പിറ്റേ ദിവസം ഭയങ്കര ശൂന്യത അനുഭവപ്പെട്ടു. അവർക്ക് കളിക്കാൻ തോന്നിയില്ല. വീട്ടിൽ പറയാതെ നാളെ ഹോസ്പിറ്റലിൽ പോയി കേശവനെ കാണാൻ അവർ തീരുമാനിച്ചു. അവരെല്ലാരും സൈക്കിളിലാണ് പോവാൻ പ്ലാൻ ചെയ്തത്. ഉച്ചസമയമാണ് അവർ തിരഞ്ഞെടുത്തത്. ഓരോരുത്തരായി ആ വേപ്പുമരത്തിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് അവരത് കണ്ടത്. കേശവിന്റെ താൽക്കാലിക ഷെഡിന്റെ അടുത്ത് ഒരു ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്നു. അതിൽ നിന്ന് കേശവിന്റെ അച്ഛനും അമ്മയും ഇറങ്ങി ഷെഡിനകത്തേക്ക് പോകുന്നു. പക്ഷെ കേശവ് എവിടെ? കുട്ടികൾക്ക് ആകാംക്ഷയായി. അവരവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി അങ്ങോട്ട് പറഞ്ഞുവിട്ടു, പതുക്കെ പോയി കേശവിന്റെ വിവരം അറിഞ്ഞിട്ട് വരാൻ. ആ കുട്ടി പതുക്കെ അങ്ങോട്ട് പോയി. അവൻ ആ ഓട്ടോ ഡ്രൈവറോട് സംസാരിച്ചു. എന്നിട്ട് ഓട്ടോയുടെ ഉള്ളിലേക്ക് ഒന്ന് എത്തിനോക്കി. എന്നിട്ട് വേഗം തിരിച്ചുവന്നു. അവൻ പേടിച്ച സ്വരത്തിൽ പതുക്കെ കൂട്ടുകാരോട് പറഞ്ഞു, എടാ, ഓട്ടോയിൽ കേശവ് ഒരു വശം ചരിഞ്ഞു കിടക്കുന്നുണ്ട്. അവനെന്നെ കണ്ടില്ല. അവന്റെ ഒരു കൈയിലും ഒരു കാലിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഓട്ടോക്കാരൻ പറഞ്ഞ ഒരു കാര്യം കൂടി അവൻ പറഞ്ഞു. എന്താണെന്നോ? അവരവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് അതേ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണെന്ന്. അവിടെ നിന്ന് ബസ് കയറി അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണെന്ന്. അയ്യോ, പാവ അല്ലേ? ഒരു കുട്ടി സങ്കടത്തോടെ പറഞ്ഞു. പാവം പയ്യന്റെ എല്ലുകൾ ഒടിഞ്ഞു. അതും നമ്മൾ കാരണം. അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ആ പാവപ്പെട്ട തൊഴിലാളി കുടുംബം, അവർക്കവിടെ സ്വന്തമായൊരു വീടോ മേൽവിലാസമോ ഇല്ലായിരുന്നു. അവരുടെ ആകെയുള്ള 2-3 തുണിഭാണ്ഡങ്ങളും എടുത്ത് അവർ വേഗം തിരികെ ഓട്ടോയിൽ കയറിയിരുന്നു. ഓട്ടോ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ആ കളിക്കുന്ന കുട്ടികളുടെ മുന്നിലൂടെ ഓട്ടോ കടന്നുപോയപ്പോൾ അവർ ഓടി റോഡിനെ കുറുകെ നിന്ന് ഓട്ടോ തടഞ്ഞു. ഒരു കുട്ടി ചോദിച്ചു, അങ്കിൾ, കേശവൻ എങ്ങനെയുണ്ട്? വേറൊരാൾ ചോദിച്ചു, ആന്റി, ഡോക്ടർ എന്തു പറഞ്ഞു? അവൻ വേഗം സുഖമാകുമോ? എല്ലാ കുട്ടികളും ഓട്ടോയെ വളഞ്ഞു നിന്നു. അവർ ഓട്ടോയിൽ കിടക്കുന്ന കേശവനെ നോക്കിക്കൊണ്ട് അവന്റെ അച്ഛനോടും അമ്മയോടും വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. കേശവന് നല്ല വേദനയുണ്ടായിരുന്നു. പക്ഷെ കുട്ടികളുടെ ശബ്ദം കേട്ട് അവൻ ഉണർന്നു. അവൻ അവരെല്ലാം നോക്കി കിടന്നുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചു. അവൻ തന്റെ ഒടിവില്ലാത്ത ഒരു കൈ ചെറുതായി മുകളിലേക്കുയർത്തി. അപ്പോൾ കുട്ടികൾ അവന് കൈകൊടുക്കാനായി തിരക്കുകൂട്ടി. അവരുടെ ടീമിലെ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു, കേശവ്, നീ വേഗം സുഖമാകും. എന്നിട്ട് അവൻ തന്റെ കയ്യിലിരുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് കേശവന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആന്റി, വഴിയിൽ വെച്ച് അവന് വിശന്നാൽ ഇത് കൊടുക്കണം. മറ്റേ ടീമിന്റെ ക്യാപ്റ്റൻ കേശവന് ഒരു ഓഫർ കൊടുത്തു. നീ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ടീമിൽ കളിക്കണം കേട്ടോ. കുട്ടികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാറ്റ്, പാഡ്, സ്റ്റംപ്, ബോള്, പിന്നെ ആർക്കും കിട്ടാതിരുന്ന ആ ഷീൽഡ് എല്ലാം എടുത്ത് ഓട്ടോയുടെ പുറകിലുള്ള സ്ഥലത്ത് വെച്ചുകൊടുത്തു, കേശവന് കാണാൻ പാകത്തിന്. ഒരു ക്യാപ്റ്റൻ അവന്റെ പോക്കറ്റിൽ നിന്നൊരു വൈറ്റ് ക്യാപ്പ് എടുത്ത് എന്നിട്ട് കേശവന്റെ തലയുടെ അടുത്തേക്ക് വെച്ചുകൊടുത്തു. ഓട്ടോ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ കേശവ് അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പൊക്കി വെച്ചു തരൂ. അച്ഛൻ ആ വൈറ്റ് ക്യാപ്പ് എടുത്ത് കേശവന്റെ തലയിൽ വെച്ചുകൊടുത്തു. ഓട്ടോ മുന്നോട്ടു പോകുന്തോറും ക്രിക്കറ്റ് ടീമിലെ കുട്ടികൾ ദൂരെയായിക്കൊണ്ടിരുന്നു. അവരപ്പോഴും അവിടെ തന്നെ നിന്ന് ഓട്ടോയെ നോക്കി കൈവീശുന്നുണ്ടായിരുന്നു. കേശവ് തന്റെ ഒടിവില്ലാത്ത ഒരു കൈകൊണ്ട് തലയിലെ തൊപ്പി ഊരി. എന്നിട്ട് ഓട്ടോയുടെ പുറത്തേക്ക് കൈയിട്ട് ആ തൊപ്പി വീശിക്കാണിക്കാൻ തുടങ്ങി. അവന്റെ സന്തോഷവും നന്ദിയും അറിയിക്കാനായി. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാറ്റ് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ?
എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.